ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം ഘടിപ്പിച്ച വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി. 6 എയർബസ് വിമാനത്തിലാണ് ഇന്ത്യയുടെ അവാക്സ് സംവിധാനം ഘടിപ്പിക്കുക. 19,000 കോടി രൂപയുടേതാകും ഇടപാട്. 6 വിമാനങ്ങൾ 2033 സേനയുടെ ഭാഗമായി തീരും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമാക്രമണ മുന്നറിയിപ്പ് എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഘടിപ്പിച്ച വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി. പ്രധാനമന്ത്രി അധ്യക്ഷനായ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിതല സമിതി കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. മാർച്ചിൽ നേത്ര മാർക്ക് 1A അവാക്സ് സംവിധാനം ഘടിപ്പിച്ച വിമാനം വാങ്ങാൻ ഡിഫൻസ് അക്വേഷൻ കൗൺസിൽ തീരുമാനിച്ചിരുന്നു. നേത്ര മാർക്ക് 1A സംവിധാനം ബ്രസീലിന്റെ എംബ്രായർ 145 വിമാനത്തിലാണ് ഘടിപ്പിക്കുക. പുതിയ 6 വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ ആകാശ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടും. നിലവിൽ നേത്ര മാർക്ക് 1A സംവിധാനമുള്ള 3 EMB 145 വിമാനങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊപ്പം ഇസ്രായേലിന്റെ ഫാൽക്കൺ അവാക്സ് സംവിധാനം ഘടിപ്പിച്ച 3 ഇല്യൂഷൻ IL-76 വിമാനങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നേത്ര മാർക്ക് 1A വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് വികസിപ്പിച്ചത്. 240 ഡിഗ്രി റഡാർ നിരീക്ഷണമാണ് ഈ സംവിധാനം ഉറപ്പു നൽകുന്നത്. എന്നാൽ പുതിയതായി എത്തുന്ന സംവിധാനത്തിന് 300 ഡിഗ്രി റഡാർ നിരീക്ഷണം നടത്താൻ സാധിക്കും. DRDO വികസിപ്പിച്ച നേത്ര വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനത്തിന് താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയ്ക്ക് പുറമെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ എന്നിവ മുൻകൂട്ടി കണ്ടെത്തുവാൻ സാധിക്കും. ഒരു പറക്കുന്ന കമാൻഡ് സെന്റർ പോലെയാകും നേത്ര പ്രവർത്തിക്കുക. നിലവിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സേനയുടെ പക്കലില്ല. 2019 ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷമുണ്ടായ പാകിസ്ഥാനുമായി നടത്തിയ സംഘർഷത്തിലാണ് ഇന്ത്യ ഈ വിടവ് തിരിച്ചറിയുന്നത്. ആ സമയത്ത് പാകിസ്ഥാന്റെ പക്കൽ 13 അവാക്സ് വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് വെറും 6 വിമാനങ്ങളും. ഈ പ്രതിസന്ധി ഇനി ആവർത്തിക്കാതിരിക്കുക എന്നതാണ് ഇന്ത്യയുടെ പുതിയ തീരുമാനത്തിന് പിന്നിൽ. 6 വിമാനങ്ങൾ 2033 സേനയുടെ ഭാഗമായി മാറും. നാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.